ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. 5 പേരുടെ നില ഗുരുതരം. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പ്രാഥമിക അന്വേഷണവും തെളിവ് ശേഖരണവും പൂർത്തിയാക്കി. തമിഴ്നാട്ടിലും പശ്ചിമബംഗാൾ 1ാം ഘട്ട തിരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പ് നാളെ. കേരളത്തിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശികളായ വോട്ടർമാർക്ക് നാളെ വേതനത്തോടുകൂടിയ അവധി. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ അടുത്ത ആഴ്ച ഒപ്പുവെക്കുമെന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ. കേരളത്തിൽ മറ്റന്നാൾ വരെ കനത്ത ചൂട് തുടരും. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. വാർത്തകൾ വിശദമായി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ ഏകാംഗ കമ്മീഷനാണ് അന്വേഷണ ചുമതല. അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരമുള്ള തുകയ്ക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും അനുവദിക്കും. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുക്കും. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തെ സംബന്ധിച്ച് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. അതേസമയം അപകടത്തെ തുടർന്ന് വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പലരും ജില്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്ന് വെന്റിലേറ്ററിലായിരുന്ന പ്രവീൺ എന്ന വ്യക്തി കൂടി മരണപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ ഈ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 14 ഉയർന്നിരിക്കുകയാണ്. 11 പേരാണ് നിലവിൽ ജില്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 5 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. 5 പോസ്റ്റ്മോർട്ടങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിൽ 3 മൃതദേഹങ്ങൾ വിട്ടു നൽകിയതായും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അപകടത്തിനിരയായവരുടെ 9 മൃതദേഹങ്ങളിൽ നിന്നും 8 പേരെ ഇതിനകം തിരിച്ചറിഞ്ഞതായി തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. 4 പേരെ കാണാതായതായി ബന്ധുക്കൾ ഇതിനകം വിവരം നൽകിയിട്ടുണ്ട്. മൃതദേഹങ്ങളിൽ നിന്നും അപകട സ്ഥലത്തു നിന്നും കിട്ടിയ ശരീരഭാഗങ്ങളിൽ നിന്നും DNA സാമ്പിൾ ശേഖരിച്ചതായും കളക്ടർ വ്യക്തമാക്കി. DNA സാമ്പിൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പാർട്സിൽ നിന്നും ഡോക്ടേഴ്സ് ഇപ്പോൾ DNA സാമ്പിൾസ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കൂടാതെ അത് മാച്ച് ചെയ്ത് നോക്കാനായിട്ട് ഇവിടെ മിസ്സിംഗ് ആയിട്ട് എത്തിയിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിന്റെ DNA സാമ്പിൾസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം DNA സാമ്പിൾസ് ട്രിവാൻഡ്രത്തുള്ള ലാബിൽ ടെസ്റ്റ് ചെയ്ത് വിത്തിൻ 3 to 4 ഡേയ്സിൽ നമുക്ക് അതിന്റെ റിസൾട്ട് തരാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതേസമയം തൃശൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പ്രാഥമിക അന്വേഷണവും തെളിവ് ശേഖരണവും പൂർത്തിയാക്കി. ദുരന്ത സ്ഥലത്തു നിന്നും ശേഖരിച്ച രാസവസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ, സ്ഫോടനത്തിന്റെ തീവ്രത, ആഘാതപരിധി എന്നിവ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് സൂക്ഷ്മമായി പരിശോധിക്കും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം നടന്ന സാഹചര്യത്തിൽ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനം അംഗീകരിക്കുമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പൂരം ചടങ്ങുകളോട് നടത്തണമെന്ന് പറഞ്ഞാൽ ആചാരവും ജനങ്ങളുടെ വികാരവും കണക്കിലെടുത്ത് തീരുമാനമെടുക്കുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പറഞ്ഞു. സർക്കാർ എന്ത് തീരുമാനമെടുത്താലും അംഗീകരിച്ച് മുന്നോട്ടു പോകുമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ അറിയിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് മുതലമട വെള്ളാരം കടവിലുള്ള വെടിമരുന്ന് നിർമ്മാണശാലയ്ക്ക് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകി. പാറമേക്കാവിന്റെ വെടിക്കെട്ട് നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. തമിഴ്നാട്ടിലും പശ്ചിമബംഗാൾ 1ാം ഘട്ട തിരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പ് നാളെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും പശ്ചിമബംഗാളിലെ 152 മണ്ഡലങ്ങളിലേക്കുമാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന പോളിംഗ് വൈകുന്നേരം 6 മണി വരെ നീളും. ഇരു സംസ്ഥാനങ്ങളിലെയും എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശികളായ വോട്ടർമാർക്ക് സംസ്ഥാന സർക്കാർ നാളെ വേതനത്തോടുകൂടി അവധി അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ അടുത്ത ആഴ്ച ഒപ്പുവെക്കുമെന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധം ആഴത്തിലാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് അയച്ച കത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടുതൽ പഠിക്കുകയും നൈപുണ്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യണമെന്നും അതിലൂടെ രാജ്യത്തിന്റെ വളർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 26 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിലുള്ള ഇന്ത്യൻ പൌരന്മാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകി വരുന്നതായി കേന്ദ്ര സർക്കാർ. ഫെബ്രുവരി 28 മുതൽ ഏകദേശം 11,91,000 യാത്രക്കാർ ഗൾഫ് മേഖലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ അറിയിച്ചു. Our efforts are focused on ensuring the safety, security and welfare of the large Indian community in the region. We are in close touch with the state governments and union territories to share information and coordinate our efforts. The dedicated special control room in the ministry is operational to respond to queries from Indian nationals and their families. Our missions and posts in the region are operating round-the-clock helplines to provide timely assistance. They are proactively assisting our citizens. They are also in close touch with the local governments. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾ പിടിച്ചെടുത്തതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. കപ്പലുകൾ പ്രാദേശിക ജലാതിർത്തി ലംഘിച്ചതായും അനുമതിയില്ലാതെ കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചതായും IRGC ആരോപിച്ചു. ഇൻഡോ പസഫിക് മേഖലയിലെ വെല്ലുവിളികളെ നേരിടുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും UK-യും തമ്മിൽ ധാരണയായി. UK സന്ദർശനത്തിന്റെ ഭാഗമായി സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാനും UK പ്രതിരോധ മേധാവി എയർ ചീഫ് മാർഷൽ സർ റിച്ചാർഡ് നൈറ്റനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സമാധാനപരവും സമൃദ്ധവുമായ ഇൻഡോ പസഫിക് പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം സൈബർ ഭീഷണികൾ ഉൾപ്പെടെയുള്ള ആഗോള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രതിബദ്ധത ഇരുപക്ഷവും ആവർത്തിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച അച്ചപ്പയുടെ ആൽബം എന്ന മലയാളം ചിത്രം മറ്റന്നാൾ പ്രദർശനത്തിനെത്തും. ദീപ്തി പിള്ള ശിവനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ മറ്റന്നാൾ വരെ കനത്ത ചൂട് തുടരും. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയത്ത് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഉഷ്ണതരംഗ സാധ്യത പരിഗണിച്ച് പത്തനംതിട്ട ജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും ട്യൂഷൻ സെന്ററുകളിലെയും വേനൽക്കാല അവധിക്കാല ക്ലാസുകൾ നിരോധിച്ചു. ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ ക്ലാസുകൾക്കും ഇത് ബാധകമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഓൺലൈൻ ക്ലാസ് നടത്താമെന്നും നിർദ്ദേശമുണ്ട്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് രാജസ്ഥാൻ റോയൽസ് മത്സരം ആരംഭിച്ചു. ടോസ് നേടിയ ലക്നൌ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ രാജസ്ഥാൻ 13 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 89 റൺസ് നേടിയിട്ടുണ്ട്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ജോഹന്നാസ്ബർഗിലെ വാണ്ടറേഴ്സ് സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 9:30-നാണ് മത്സരം ആരംഭിക്കുക. ആദ്യ 2 കളികളിലും പരാജയപ്പെട്ട ഇന്ത്യയ്ക്ക് ഇന്നത്തെ മത്സരം നിർണായകമാണ്. ISL ഫുട്ബോളിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC-യെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അധ്യാപകർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വാദം തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നാളത്തേക്ക് മാറ്റി. MK റാം, സംഗീത നമ്പ്യാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് നാളത്തേക്ക് മാറ്റിയത്. മലപ്പുറം ജില്ലയിലെ വെള്ളൂരിൽ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തം. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾക്കാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ നടത്തിയ തീവ്രശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമായെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. 5 പേരുടെ നില ഗുരുതരം. സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പ്രാഥമിക അന്വേഷണവും തെളിവ് ശേഖരണവും പൂർത്തിയാക്കി. തമിഴ്നാട്ടിലും പശ്ചിമബംഗാൾ 1-ാം ഘട്ട തിരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പ് നാളെ. കേരളത്തിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശികളായ വോട്ടർമാർക്ക് നാളെ വേതനത്തോടുകൂടിയ അവധി. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ അടുത്ത ആഴ്ച ഒപ്പുവെക്കുമെന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ. കേരളത്തിൽ മറ്റന്നാൾ വരെ കനത്ത ചൂട് തുടരും. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.